ഒരു പവൻ സ്വർണം വെറും 43,000 രൂപ. ഈ തലക്കെട്ട് കണ്ടാൽ പലരും ഞെട്ടും. എന്നാൽ ഇതിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ശരിക്കും 40,000 രൂപയ്ക്കും സ്വർണം ലഭിക്കും. 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില കുത്തനെ ഇടിഞ്ഞതല്ല ഇതിനുള്ള കാരണം. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത് 9 ക്യാരറ്റ് സ്വർണമാണ്. അതുകൊണ്ടാണ് വാങ്ങുന്നതിന് മുൻപ് ക്യാരറ്റ് വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും കുറഞ്ഞതോടെ 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില പവൻ 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ്. ഈ സാഹചര്യത്തിലാണ് കുറഞ്ഞ വിലയിലും സ്വർണം ലഭിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്. 18 ക്യാരറ്റിനാകട്ടെ പവന് 86,760 രൂപയാണ് നൽകേണ്ടത്. എന്നാൽ വില കുറഞ്ഞ ഓപ്ഷൻ തേടുന്നവർക്ക് 14 ക്യാരറ്റും 9 ക്യാരറ്റും ഇപ്പോൾ കൂടുതൽ ജനപ്രീതി നേടുകയാണ്. 14 ക്യാരറ്റ് സ്വർണ്ണത്തിന് പവന് 67,600 രൂപയും 9 ക്യാരറ്റ് ആണെങ്കിൽ കേവലം 43,600 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്തിടെ സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ ആഭരണം വാങ്ങുന്ന രീതിയിലും വലിയ മാറ്റം തന്നെയാണ് പ്രകടമായിട്ടുള്ളത്. മുൻപ് 4-5 പവൻ്റെ മാലകൾ വാങ്ങിയിരുന്നവർ ഇന്ന് 1 ഗ്രാമും 2 ഗ്രാമും 4 ഗ്രാമും വരുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലേക്ക് കൂടുതൽ മാറുന്നു. വിവാഹങ്ങൾക്ക് പോലും 50 പവനോ 100 പവനോ വാങ്ങിയ കാലം മാറി. പല കുടുംബങ്ങളും 10 പവനിൽ താഴെ ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടാകുന്നുവെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. അപ്പോൾ 14 ക്യാരറ്റും 9 ക്യാരറ്റും വാങ്ങാമോ എന്നുള്ള ചോദ്യമുണ്ട്. ശരിക്കും ഇത് വാങ്ങാം. അലങ്കാര ആവശ്യങ്ങൾക്ക് ഇവ നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. കരുത്തും താരതമ്യേന കൂടുതലാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 14 ക്യാരറ്റിലോ 9 ക്യാരറ്റിലോ ഉള്ള ആഭരണങ്ങൾ പല ബാങ്കുകളും വായ്പയ്ക്ക് സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിക്ഷേപം ലക്ഷ്യമിടുന്നവർക്ക് 22 ക്യാരറ്റ് തന്നെയാണ് ഇപ്പോഴും അനുയോജ്യമായിട്ടുള്ളത്. സ്വർണ്ണവിലയ്ക്ക് പുറമെ പണിക്കൂലി, GST എന്നിവയും ഇതിനോടൊപ്പം തന്നെ നൽകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അന്തിമ വില അതിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് 43,000 രൂപയ്ക്ക് 1 പവൻ സ്വർണം എന്ന പരസ്യം കണ്ടാൽ അത് 9 ക്യാരറ്റ് ആഭരണത്തിൻ്റെ വിലയാണോ 22 ക്യാരറ്റിൻ്റേതാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം തീരുമാനമെടുക്കാം. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണവില വരും ദിവസങ്ങളിലും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഭരണം വാങ്ങാൻ പദ്ധതിയിടുന്നവർ ദിവസേന വില പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഗുണകരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.